أعوذ بالله من الشيطان الرجيم وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സത്യകർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമയം അതിവേഗതയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും ഒരുപോലെ വീതം വെച്ച് നൽകിയ വല്ലതുമുണ്ടെങ്കിൽ അത് സമയമാണ്. ഓരോ വെള്ളിയാഴ്ചയും എത്ര വേഗതയിലാണ് കടന്നുപോകുന്നത്, ഓരോ മാസങ്ങളും ഓരോ വർഷങ്ങളും എത്ര പെട്ടെന്നാണ് കടന്നുപോകുന്നത്. ഈ സമയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടങ്ങളിലും എടുത്തു പറയുന്നുണ്ട്. അവിടങ്ങളിലെല്ലാം പടച്ചവൻ പറയുന്നത്, സമയം ബുദ്ധിയും ചിന്തയും ഉള്ളവർക്ക് ഓരോ രാവും പകലും റബ്ബിലേക്ക് അടുക്കാനുള്ള ഒരു നിമിത്തവും തൗഫീഖും അവസരവുമാണ് എന്നുള്ളതാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിവെച്ച ആയത്ത് സൂറത്ത് ഫുർഖാനിലെ ആയത്താണ്. വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫത്തൻ, രാവിനെയും പകലിനെയും ഒന്ന് മറ്റൊന്നിന് പിറകിലായിക്കൊണ്ട് തുടർച്ചയായി ഇതിങ്ങനെ അതിന്റെ സൈക്ലിംഗ് നടന്നുകൊണ്ടേയിരിക്കുകയാണ് അതിവേഗതയിൽ. ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുക്കൂറ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആലോചിച്ചു മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുകയോ നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുകയോ ചെയ്യുന്നവർക്ക് ഇതെല്ലാം ദൃഷ്ടാന്തമാണ്. അപ്പൊ ചിന്തിക്കുന്നവർക്കും നന്ദി കാണിക്കുന്നവർക്കും ഓരോ രാവും പകലും അവസരമാണ് എന്നുള്ളതാണ്. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് ഖുർആനിലെ ചെറിയൊരു സൂറത്തുണ്ട്. സൂറത്തിന്റെ പേര് തന്നെ കാലം എന്നാണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ മുഴുവനും നാശത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. പടച്ചോൻ നമുക്ക് തന്ന ഈ കാലത്തെ, ഈ അവസരത്തെ, ഈ സമയത്തെ ശരിയായ ഈമാൻ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും പ്രബോധനം കൊണ്ടും ക്ഷമ കൊണ്ടും ധന്യമാക്കാൻ ശ്രമിക്കുന്നവർ ഒഴികെ ബാക്കി എല്ലാവരും ഈ കാലചക്രത്തിന്റെ ഗമനത്തിൽപ്പെട്ട് നശിച്ചു പോകുന്നവരാണെന്നാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അല്പം കൂടെ വിജിലന്റ് ആയിരിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയതിനു ശേഷം നമ്മുടെ ദീനീയായ കാര്യത്തിൽ നമുക്ക് എത്രത്തോളം ശ്രദ്ധയുണ്ട്. നമ്മുടെ നിസ്കാരം, നമ്മുടെ ജമാഅത്ത്, നമ്മുടെ പുണ്യകർമ്മങ്ങൾ, നമ്മുടെ ഖുർആൻ പാരായണം, ദിക്റിലും ദുആയിലും, അല്ലെ, പള്ളിയിൽ അല്പനേരം ഇരിക്കാൻ, അല്ലെ, നല്ല ചൂടത്ത് കുറച്ചുനേരം ക്ഷീണുണ്ടെങ്കിൽ ആൾക്കാർ പള്ളിയിലിരിക്കും. അത് നമ്മുടെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഇരിക്കുന്നതാണ്. അല്ലാതെ പള്ളിയിൽ ഇരിക്കുന്നതിന്റെ മഹത്വം മനസ്സിലായിട്ടോ പള്ളിയിലിരുന്നിട്ട് പടച്ചവനോട് സംസാരിക്കാനോ അതിനൊന്നുമല്ല. പുറത്ത് നല്ല ചൂടുണ്ടാവും, അകത്ത് കുറച്ച് AC ഓഫ് ചെയ്താലും അതിന്റെ ഒരു തണുപ്പുണ്ടാവും. അപ്പൊ ആ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പള്ളിയിലിരിക്കുന്ന ഇരുത്തവും അല്ല. പള്ളി ഖൽബുൻ മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളിയുമായി ഹൃദയബന്ധമുള്ള ഒരു വ്യക്തി, പള്ളിയിലിരിക്കാൻ ആഗ്രഹിക്കുന്ന, പള്ളിയിലിരുന്ന് ദിക്ർ ചൊല്ലുന്ന, ഖുർആൻ ഓതുന്ന, പ്രാർത്ഥിക്കുന്ന, പള്ളിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഒരു താല്പര്യം കാണിക്കുന്ന, അങ്ങനെ മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളികളുമായിട്ട് ഹൃദയബന്ധമുള്ള ആളുകൾ, അവർക്ക് പള്ളിയാണ് ഏറ്റവും ഇഷ്ടം. പള്ളി നല്ലൊരു തണുപ്പ് എപ്പോഴും ഉണ്ടാവും എന്നുള്ളതുകൊണ്ടല്ല, മറിച്ച് പള്ളി ഒരു ശാന്തമാണ്, പടച്ചവനോട് സംസാരിക്കാനുള്ള ഒരു അവസരമാണ്. അങ്ങനെ കാണുന്ന ഒരവസ്ഥ റമദാനിന് ശേഷം നമുക്ക് എത്രത്തോളം ഉണ്ട്. ജമാഅത്തിന് വേണ്ടി നമ്മൾ ഓടിയ നമ്മൾ പിന്നീട് ശവ്വാലിലും ദുൽഖഅദയിലുമൊക്കെ എന്തായിരുന്ന അവസ്ഥ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചെറിയൊരു നീരസം, ചെറിയൊരു വിഷമം, അങ്ങനെ ഉള്ളവർക്ക് പടച്ചോൻ ഇതാ വീണ്ടും അവസരം തരാണ്. നന്മയിൽ ഓടുന്നവർക്കും നന്മയിൽ ഓടിയിരുന്നവർക്കും നന്മയിൽ ഓടാൻ ആഗ്രഹിക്കുന്നവർക്കും സ്വർഗം നേടണമെന്ന് കൊതിക്കുന്നവർക്കും പടച്ചോൻ എന്റെ സമയം ഞാനറിയാതെ കഴിഞ്ഞു പോകുകയാണല്ലോ, എന്റെ മുടിയും എന്റെ താടിയും എന്റെ ശരീരത്തിലെ രോമങ്ങളൊക്കെ നരച്ചു തുടങ്ങുന്നു, പതിയെ പതിയെ എന്റെ അവയവങ്ങളുടെ ആ പഴയ പെർഫോമൻസ് അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്റെ കൺതടങ്ങൾ കറുത്തുകൊണ്ടിരിക്കുന്നു, പല ഭാഗങ്ങളിൽ ചുളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ബോധമുണ്ടാണ് ആൾക്കാർക്ക് ഒരവസരമാണ് യഥാർത്ഥത്തിൽ ദുൽഹിജ്ജ. രാത്രിയിൽ മഹത്വമേറെ ഉള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ലൈലത്തുൽ ഖദ്ർ ഉൾക്കൊള്ളുന്ന റമദാനിലെ അവസാനത്തെ രാത്രികളാണ്. പകലിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്ന് പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ 4 മാസം പവിത്രമാണ്, നമുക്കറിയാലോ. ആ 4 മാസം പവിത്രമാണെന്ന് അള്ളാഹു എണ്ണിയതിൽ പെട്ട ഒന്നാണ് ഈ ഒരു ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത്. ഒരു തരത്തിലുമുള്ള ദുൽമ്, ശിർക്ക് പാടില്ല, അതാണ് ഏറ്റവും വലിയ ദുൽമ്.
അതുപോലെ തന്നെ ഹറാമുകൾ പാടില്ല, അക്ബറുൽ കബായിറുകൾ പാടില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല, സാമ്പത്തികമായി ശാരീരികമായി. അതിനേക്കാളെല്ലാം വലിയ പീഡനമാണ് മാനസികമായിട്ടുള്ള പീഡനം. ഇണകളെ മാനസികമായി പീഡിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും, മക്കളെ മാനസികമായി പീഡിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും. അതൊക്കെ എല്ലാ തരത്തിലുമുള്ള തന്റെ കൂട്ടുകാരെ, സഹോദരങ്ങളെ, തന്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരെ, ഒരാൾക്ക് നമുക്കൊരു തമാശയായിട്ട് നമ്മൾ പറയുന്ന ഡയലോഗായിരിക്കാം, പക്ഷെ അത് മറ്റുള്ളവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ദുൽമാണ്. നമ്മൾ കൂടെയുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം മറ്റൊരാളെ ട്രോളുന്നത്. അത് ഭാര്യയായിരിക്കാം, ചിലപ്പോൾ മക്കളെ ആയിരിക്കാം, ചിലപ്പോൾ ഭർത്താവിനെ ആയിരിക്കാം ഒരു സഭയിൽ വെച്ച് നമ്മൾ ട്രോളുന്നത്. അത് അവർക്ക് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ദുൽമാണ്. ചെറുതു മുതൽക്ക് വലുതുവരേക്കും ഈ സമയത്ത് ദുൽമ പാടില്ല, രക്തം ചിന്താൻ പാടില്ല, യാതൊരു തരത്തിലുള്ള അക്രമവും പാടില്ല എന്ന് പറയപ്പെട്ട മഹനീയമായിട്ടുള്ള സമയമാണ്. സമയം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അപ്പൊ ആ സമയത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില സന്ദർഭങ്ങൾക്ക് ചില സ്പെഷ്യാലിറ്റീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഇപ്പൊ യൗമുൽ ജുമുഅ പഠിച്ചോൻ എല്ലാവരെയും തെറ്റിച്ച് നമുക്ക് സ്പെഷ്യലാക്കി തന്നതാണ്. ജൂത ക്രൈസ്തവരെ ഈ ഡേയ്സിൽ നിന്ന് തെറ്റിച്ച് അവർക്ക് സബത്തും അതുപോലെ തന്നെ ഞായറാഴ്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മെ ഉമ്മത്ത് മുഹമ്മദിനെ ആദരിച്ചിരിക്കുകയാണ് യൗമുൽ ജുമുഅ കൊണ്ട്. യൗമുൽ ജുമുഅ ഖൈറു യൗമിൻ തലഅത് ഫീഹി ശംസ് യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ദിവസമാണ് യൗമുൽ ജുമുഅ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവസത്തിന്, ഒരു സമയത്തിന്, രാത്രിയുടെ 1/3 സമയത്തിന് മഹത്വമുണ്ട്, ചില മാസങ്ങൾക്ക് മഹത്വമുണ്ട്, ചില ദിവസങ്ങൾക്ക് മഹത്വമുണ്ട്, ചില പ്രദേശത്തിന് മഹത്വമുണ്ട്. പരിശുദ്ധ ഹറമിൽ നിസ്കരിക്കുന്ന പുണ്യമല്ല മസ്ജിദുൻ നബവിയിൽ, അവിടുത്തെ പുണ്യമല്ല മസ്ജിദുൽ അഖ്സയിൽ, അവിടുത്തെ പുണ്യമല്ല ഈ പള്ളിയിൽ. മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിന് ഫദ്ൽ നിശ്ചയിച്ചാൽ അതിന് ഫദ്ൽ ഉണ്ട് എന്നുള്ള മനസ്സിലാക്കിയിട്ട് ആ ഫദ്ൽ തേടാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഈ വരാനിരിക്കുന്ന 10 ദിവസം നമുക്കേറെ മഹത്വമുള്ളതാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ സത്യം ചെയ്തു പറഞ്ഞ കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾക്ക് മഹത്വമുണ്ട്. ആ കാര്യങ്ങൾക്ക് ശേഷം ഒരു ഇമ്പോർട്ടന്റ് ആയ വിഷയം പറയാനുണ്ടാവും. അവിടെയാണ് ഖുർആൻ സത്യം ചെയ്തു പറയാന്നുള്ള പ്രയോഗം എടുത്തിട്ടുള്ളത്. അവിടെ വൽ ഫജ്ർ വലയാലിൻ അശ്ർ, അവിടെ ലയാലിൻ അശ്ർ എന്നുള്ള ഉദ്ദേശം പണ്ഡിതന്മാർ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞത് അൽ മുറാദു ബിഹാ അശ്റു ദുൽഹിജ്ജ. അവിടെ ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസമാണ്. അത് തന്നെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെയുള്ള പിന്നെ മുജാഹിദ് റഹിമഹുല്ലാഹ്, അങ്ങനെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ ലയാലിൻ അശ്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജ 10 ദിവസങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ അതിന്റെ വ്യാഖ്യാനമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹുൽ ജാമിഇൽ നമുക്ക് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ. ദുനിയാവിലെ ഏറ്റവും നല്ല ദിവസങ്ങൾ, ഏറ്റവും നല്ല ദിവസങ്ങൾ ഏതാണ്? അത് ദുൽഹിജ്ജ ആദ്യത്തെ ദിവസങ്ങളാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമല്ല മൽ അമലു ഫീ അയ്യാമിൽ അശ്ർ അഫ്ദല മിനൽ അമലി ഫീ ഹാദിഹി. ആ ഒരു 10 ദിവസങ്ങളിൽ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊരു ദിവസത്തെ സൽക്കർമ്മവുമില്ല. അപ്പൊ സൽക്കർമ്മം ചെയ്യാന്നുള്ള ജീവിതം കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താ? പടച്ചോന് പ്രിയപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. ഒരു ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കറക്റ്റ് ആൻസർ ഉണ്ട്. ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ എന്തിന് സൃഷ്ടിക്കപ്പെട്ടു, എവിടേക്ക് പോകണം, ഈ 3 ചോദ്യത്തിന് കറക്റ്റ് ആൻസർ ഉള്ളവനാണ് ഒരു മുഅ്മിൻ. നമ്മൾ ഈ കാണുന്ന വ്ളോഗും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ 3 ചോദ്യത്തിന് ആൻസർ ഇല്ല. എസ്പെഷ്യലി എവിടേക്ക് പോകണം എന്നുള്ള കാര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ചപ്പാടുമില്ല. അവർ പറഞ്ഞെന്താണ്? ഇവിടെ ജീവിക്കാന്നാണ്. ഇവിടെ ജീവിക്കുക, നമ്മൾ 10-60 കൊല്ലം ജീവിക്കുള്ളൂ, അത് ആരും നോക്കിയെടുക്കാനൊന്നും പറ്റൂല. നമ്മൾ ഇവിടെ മാക്സിമം എൻജോയ് ചെയ്യുക, നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, ഇവിടെ എങ്ങനെയാണോ നമുക്ക് നമ്മുടെ സുഖം, നമ്മുടെ സന്തോഷം നേടാൻ പറ്റുക അതൊക്കെ ചെയ്യാം. അത് ഓല് ചെയ്തെടുക്കണുണ്ട്. ഒരു ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ഒരു ഡ്രസ്സ് അയച്ചിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്, വളരെ മോശപ്പെട്ട കോലത്തിൽ നമുക്ക് മോശമെന്ന് തോന്നുന്ന ധാർമ്മികതയുടെ കാഴ്ചപ്പാടിലൂടെ നോക്കുന്ന ആൾക്കാർക്ക് വളരെ മോശമെന്ന് തോന്നുന്ന രൂപത്തിൽ അവർ ജീവിക്കുന്നുണ്ട്. കാരണം അവർക്ക് ധാർമ്മികതയില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് നമുക്ക് ആൻസർ ഉണ്ട്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ. ത്രസിപ്പിക്കപ്പെട്ട ഇന്ദ്രിയത്തിൽ നിന്ന് മനുഷ്യരെ നിങ്ങളെ ഞാനാണ് ഉണ്ടാക്കിയത്, പടച്ചോ ഉണ്ടാക്കിയത് നമ്മളെന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് നല്ലോണ്ട്. മനസ്സിലല്ലേ? നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല. തികഞ്ഞ കാഴ്ചപ്പാടോടുകൂടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ശരിയും. മനസ്സിലായി? അത് തന്നെയാണ് ശരിയും. കോടിക്കണക്കിന് ബീജത്തിൽ നിന്ന് നമ്മളാകുന്ന ബീജത്തെ സെലക്ട് ചെയ്ത് നമ്മളല്ല, ഗൈനക്കോളജിസ്റ്റുമല്ല, പടച്ചോനാണ്. അതുകൊണ്ട് എന്ത് സയൻസും എന്ത് കാര്യം ഉണ്ടായിട്ടും കാര്യമല്ല, പടച്ചോനാണ് ഉണ്ടാക്കിയത്. എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് കറക്റ്റ് ആൻസർ ഉണ്ട്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളുടെ ജീവിതം ആരാണ് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് പരിശോധനയാണ്.
എന്താ അഹ്സന അമൽ എന്ന് പറഞ്ഞാൽ? അസ്വബായിരിക്കണം, അഖ്ലസായിരിക്കണം, അള്ളാന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് റസൂലിന്റെ സുന്നത്ത് ഫോളോ ചെയ്തുകൊണ്ട് ആരാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാനാണ് പടച്ചോൻ നമ്മളങ്ങോട്ട് വിട്ടത്. ഇനി എവിടേക്ക് നമുക്ക് പോവാനുള്ളത്? ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾക്കെല്ലാവർക്കും മടങ്ങി വരാനുള്ളത് എന്നിലേക്കാണ്. ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. ഈ 3 ചോദ്യത്തിന് കറക്റ്റ് ആൻസർ ഉള്ള ആൾക്കാരാണ് നമ്മൾ. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവസരമാണ്. റസൂൽ എന്താ പറഞ്ഞത്? മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാളും ഏറ്റവും മഹത്വമാണ് ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ. ഒരു ബിസിനസ്സിന്, കച്ചവടത്തിന് നല്ലൊരു സീസൺ വന്നാൽ കച്ചവടക്കാരൊക്കെ എന്താ ചെയ്യല്? അതിന് മുമ്പ് തന്നെ ഓലെ സ്റ്റോക്കൊക്കെ എടുത്ത് നല്ല പുതിയ സ്റ്റോക്കൊക്കെ കയറ്റി പെയിന്റൊക്കെ അടിച്ച് നന്നായിട്ട് അട്രാക്റ്റീവ് ആക്കി ഡിസൈൻ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ പറ്റിയ പ്രൊമോഷൻസ് കൊടുത്ത് ആ ഒരു സീസണിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കും. കാരണം ഇതൊരു സീസണാണ്. സ്വർഗം നേടാൻ ആഗ്രഹിക്കണം. സ്വർഗം ഒരു കച്ചവടമാണല്ലോ അല്ലെ? ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചു തരട്ടെ എന്ന് അള്ളാഹു പറയുമ്പോൾ സ്വർഗം നേടാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം, സ്വന്തം നഫ്സ് കൊണ്ടും സമ്പത്ത് കൊണ്ടുമുള്ള മത്സരം, അതൊരു കച്ചവടമായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇത് നല്ല സമയമാണ്, ഏറ്റവും നല്ല സമയമാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കാം, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതോ? ഒരാൾ യുദ്ധത്തിന് പോയിട്ടുള്ള സമ്പത്ത് ശരീരമൊക്കെ നശിച്ചു പോയണമെങ്കിൽ അയാള് ഒഴിച്ച് യുദ്ധത്തിന് പങ്കെടുക്കണേക്കാളും മഹത്വമാണ് ഈ 10 ദിവസത്തെ ഇബാദത്ത്. യുദ്ധത്തിൽ പങ്കെടുക്കാറുള്ള ചില്ലറ കാര്യമാണോ? ജിഹാദിൽ പങ്കെടുക്കാറുണ്ട്. ശരീരം മുറിപ്പെടുന്ന, സമ്പത്ത് ഇല്ലാണ്ടായി പോകുന്ന, കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാതെ വരുന്ന പ്രതിസന്ധിയാണ്, ശക്തമായ അധ്വാനമാണ്, അതിശക്തമായ ഈമാന്റെ പവറിലുള്ളവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. അതുകൊണ്ടാണ് മുനാഫിക്കീങ്ങൾ യുദ്ധത്തിന് വിളിച്ചുമ്പോൾ ഒരു നബിനോട് പറയും, ഞങ്ങൾക്ക് ഇത്തവണ ഒരു ഒഴിവ് തരി, അടുത്തീന് വരാം. അടുത്തീന് അവർ പറയും, ഇത്തവണ ഒരു ഒഴിവ് തരി, നമ്മൾ അടുത്തീന് വരാം. ഇതിപ്പോ ചൂടല്ലേ, ഈ ചൂടത്തെ നമുക്ക് പറ്റില്ല, തണുപ്പുള്ള സമയമാണ്. അഹ്സാബ് യുദ്ധം നല്ല തണുപ്പുള്ള സമയത്തായിരുന്നു, ഒരതിന് തയ്യാറല്ല. തബൂക്ക് യുദ്ധം നല്ല ചൂടുള്ള സമയത്തായിരുന്നു, അതിനൊരു തയ്യാറല്ല. ഒരു മുഅ്തദിലായ ഒരു മീഡിയം ക്ലൈമറ്റിലാണ് ഉഹദ് യുദ്ധം ഉള്ളത്, അതിനൊരു തയ്യാറല്ല. അപ്പൊ എന്താ വെച്ചാൽ മേലനങ്ങാൻ മടിയുള്ള, റിസ്ക് എടുക്കാൻ മടിയുള്ള ആൾക്കാര് പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അവർക്ക് വിഷയമല്ല. ഒരു ദുനിയാവിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു യുദ്ധത്തെക്കാളും വലിയ ഒരു സംഗതി എന്ന് പറയുമ്പോൾ അത് നമ്മൾ എത്ര സീരിയസ് ആയിട്ട് കാണണം. ഒന്ന് കലണ്ടർ നോക്കണ്ടേ, എന്നാണ് ദുൽഹിജ്ജ 1 എന്നെങ്കിലും അല്ലെ, ഇന്ന് എത്രാം തീയതി ആണെന്നുള്ളെങ്കിലും. അപ്പൊ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ കാണുകയും ഈ മഹത്വം നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ. രാത്രികൾ നോക്കുമ്പോൾ റമദാനിലെ രാത്രികളാണ്, പകലുകൾ നോക്കുമ്പോൾ ദുൽഹിജ്ജയിലെ പകലുകളാണ് ഏറ്റവും മഹത്വമുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. എന്തുകൊണ്ടാണത് എന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുകയാണ്, അതിന്റെ സബബ് എന്തുകൊണ്ടാണ് ഈ ദിവസത്തിന് ഇത്ര മഹത്വം കൊടുത്തു വെച്ചാൽ, ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങളിൽ എല്ലാ ഇബാദത്തും ഉണ്ട്. ഉമ്മഹാത്തുൽ ഇബാദ, എല്ലാ ഇബാദത്തും ഉണ്ട്. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, എല്ലാം ഉണ്ട്. റമദാൻ ഏറെ മഹത്താണെങ്കിൽ ഒരൊക്കെ ഹജ്ജ് ചെയ്യാൻ പറ്റൂല. എന്നാൽ ഈ സമയത്ത് ഒരൊക്കെ ഉംറ ചെയ്യാം, ഹജ്ജ് ചെയ്യാം, എല്ലാ ഇബാദത്തുകളും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തിന് അള്ളാഹു വലിയ മഹത്വം കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരത്തിന് റമദാനിൽ നിസ്കരിക്കുന്ന 2 റക്അത്തിനേക്കാളും പുണ്യമുണ്ട്. ഇത് സാധാരണക്കാർക്ക് അറിയാത്തത് കൊണ്ട് പണ്ഡിതന്മാരെ നിങ്ങൾ ഇത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണമെന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. ഇത് പരിശുദ്ധ റമദാനിൽ നിർവഹിക്കുന്ന 2 റക്അത്തിനേക്കാളും പുണ്യമുണ്ട് ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യണം, കുറച്ച് തിരക്കുകളൊക്കെ ഒന്ന് മാറ്റി വെക്കണം. നമ്മുടെ മുൻഗാമികളൊക്കെ നല്ലോണം കഷ്ടപ്പെട്ടിരുന്നു ഈ ഒരു സമയത്ത് എന്നാണ് സഈദ് ബിൻ ജുബൈർ റഹിമഹുള്ളയെ കുറിച്ച് പറയാണ്, ഇദാ ദഖല അയ്യാമുൽ അശ്ർ ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദ ഹത്താ മാ യകാദു യഖ്ദിറു അലൈഹി. തനിക്കിനി കയ്യൂലാന്ന് തോന്നുമാറ്, ഇനി ചെയ്യാൻ കയ്യൂലാന്ന് തോന്നുമാറ് അത്രയും കഠിനമായിട്ട് ഈ 10 ദിവസങ്ങളിൽ പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുമൊക്കെ ഈ സമയത്ത് നല്ല ശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരാധനകളൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, നമുക്ക് സമയം 24 മണിക്കൂർ, എല്ലാവർക്കും 24 മണിക്കൂർ തന്നെ. ആൾക്കാർ പറ സമയമല്ല, തിരക്കാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയാം. എന്നാൽ ഈ ആൾക്കാർക്കൊക്കെ സ്റ്റാറ്റസ് നോക്കാനും റീൽസ് തോണ്ടാനും ഷോർട്സ് കാണാനും ഒക്കത്തിനും സമയമുണ്ടല്ലോ. നമ്മൾ ഒരു ദിവസം കിടക്കാൻ പോകുമ്പോ ഇന്ന് ഞാൻ എത്ര നെറ്റ് ഉപയോഗിച്ചു, ഫോൺ ഉപയോഗിച്ചു എന്ന് നോക്കാൻ നമ്മുടെ ഫോണിൽ പിന്നെ സെറ്റിംഗ്സ് ഉണ്ടല്ലോ, അന്നെടുത്ത് നോക്കണ്ടി. ആ മണിക്കൂറിൽ 1 മണിക്കൂർ സേവ് ചെയ്താൽ നമുക്ക് ഖുർആന്റെ തഫ്സീർ വായിച്ചൂടെ,
ഒരു അരമണിക്കൂർ ക്ലാസ് കേട്ടൂടെ? നമ്മൾ ഈ പറയുന്ന ഇബാദത്തുകൾ കുറച്ചും കൊണ്ടൊന്ന് സമയമെടുത്ത് ചെയ്തൂടെ? നമുക്കെന്താണ്, നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കര ടെൻഷനാണ്, ഒരു കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുന്നില്ല. കാരണം അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എങ്ങോട്ടാ പോകേണ്ടത് നമ്മൾ ആലോചിക്കണം. എന്നാൽ ഒരു വിശ്വാസി നിസ്കരിക്കുമ്പോൾ എന്താ ആലോചിക്കണ്ടേ? ഇതെന്റെ റബ്ബിന്റെ മുമ്പിൽ ആദ്യം വിചാരണക്ക് വെക്കുന്ന കർമ്മമാണ്. ഇതേറ്റവും പെർഫെക്റ്റ് ആയാൽ ഞാൻ ജയിക്കും. മേ ബി ഇതെന്റെ അവസാനത്തെ ജുമയായിരിക്കാം, ഇതെന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കാം. ഈ നിസ്കാരം കഴിഞ്ഞ് ഞാൻ മുറ്റത്ത് കിടങ്ങുമ്പോൾ ചിലപ്പോൾ ഞാൻ ആക്സിഡന്റായി മരിക്കാം. ഒന്നും വേണ്ട, മുറ്റത്ത് കറങ്ങേണ്ട, ഇവിടെ ഇരുന്നാൽ തന്നെ അറ്റാക്കായി മരിക്കാം. എന്തും സംഭവിക്കാലോ. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പുതിയ യൂണിഫോം ഇട്ട് ബാഗും തൂക്കിക്കണ കുട്ടിക്കാണ് കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചത്. മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയമാണ് സ്റ്റക്കാണ്. 20 ദിവസം വെന്റിലേറ്ററിൽ കിടന്നിട്ട് അവസാനം കുട്ടി മരിച്ചുപോയി. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ഒന്നാമത്തെ ക്ലാസ് തുടങ്ങണ ഫസ്റ്റ് വർക്കിംഗ് ഡേയിൽ ബാഗ് കുളിച്ചു മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി പോവാൻ ഇറങ്ങിക്കണ കുട്ടിയാണ്. പിന്നെന്ത് സബബ് മുസബബാത്തുകളെ നമ്മൾ കാത്തിക്കണത്? അപ്പൊ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സമയമുണ്ടാവും അല്ലെ? മലയാളത്തിൽ പറയും, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. വേണമെന്ന് തോന്നണം ആദ്യം. എനിക്കിതൊക്കെ വേണം. ഇങ്ങനെ ഒരു പുണ്യത്തെക്കുറിച്ച് ഖുതുബയിൽ ഞാൻ കേട്ടല്ലോ, അപ്പൊ എനിക്കതൊന്ന് ചെയ്യണം എന്നൊരു ആഗ്രഹം വേണം. എല്ലാ സുബൈ ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ട് എന്നും രാവിലെ സുറുമ്പുളില്ലാതെ നീച്ചിട്ട് ജോലിക്ക് പോകുമ്പോഴേ ഒരു കുറ്റബോധം വേണം. എന്തെന്റെ കഥ? ഒരു യാത്രയാണെങ്കിൽ ഞാൻ ഉറക്കൊയ്ക്കോലോ അല്ലെ, ഒരു വീട്ടിൽ കല്യാണമെങ്കിൽ ഞാൻ ഉറക്കൊയ്ക്കോലോ, എന്തെങ്കിലും എനിക്ക് അത്യാവശ്യമുള്ള കാര്യമുണ്ടെങ്കിൽ ഞാൻ ഉറക്കൊയ്ക്കോലോ. ഈ സുബഹിന്റെ നേരത്തെ അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് പടച്ചോൻ വിളിക്കുമ്പോ ഒരു തരത്തിലുമുള്ള മനസ്സാക്ഷി കുത്തുമില്ലാതെ കൂർക്കം വലിച്ചുറങ്ങിയിട്ട് നേരം വെളുത്ത് എണീറ്റ് 7 മണിക്കും 7 മണിക്കും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ട് ഹാവു ഞാനും നിസ്കരിച്ചു എന്ന് ആത്മനിർവൃതി അടയുന്നവനേക്കാൾ വലിയ വിഡ്ഢി ആരുള്ളത്? കണ്ണ് കാണാത്ത സ്വഹാബിനോടല്ലേ പള്ളിക്ക് വരാൻ പറഞ്ഞ് നമ്മൾ എന്ത് എക്സ്ക്യൂസാ പടച്ചോനോട് പറയാം? അപ്പൊ നമ്മൾ വിചാരിക്കാതെ ഒരു ചേഞ്ചും സംഭവിക്കില്ല. നമ്മളിപ്പോ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വല്ല വിദ്യാഭ്യാസം ഇല്ല, എനിക്ക് വല്ല പൈസ ഇല്ല, എനിക്ക് വല്ല സ്റ്റാറ്റസ് ഇല്ല സമൂഹത്തിന്, എനിക്ക് വല്ല ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇതൊക്കെ നമ്മൾ മരിക്കുന്നതോടുകൂടെ മണ്ണിടാനുള്ളതാണ്. ഇതൊന്നും ഇല്ലെങ്കിലും അൽഹംദുലില്ലാ ഞാൻ അള്ളാന്റെ ദീനിന് ഒരു പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ്. പടച്ചോന്റെ ഒരു കൽപ്പന കേട്ട ഞാൻ പിൻപറ്റുന്ന ആളാ, റസൂലിന്റെ ഒരു സുന്നത്ത് കേട്ട ഞാൻ അനുസരിക്കുന്ന ആളാ. ഒരു ചെറിയ പോയിന്റിലേക്ക് ഒരു കൂലി കിട്ടാൻ അവസരം ഉണ്ടെങ്കിൽ ഞാൻ മുതലാക്കുന്ന ആളാണ്. നമുക്ക് ആത്മനിർവൃതി അടയാൻ പറ്റുമെങ്കിൽ അതന്നെയാണ് ഈ ദുനിയാവിൽ കിട്ടാനുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി, അതന്നെ ഈ ദുനിയാവിൽ കിട്ടാനുള്ള ഏറ്റവും വലിയ യോഗ്യത. ആ യോഗ്യത നമുക്കുണ്ടോന്ന് നമ്മൾ പരിശോധിക്കാം. ബാക്കിയൊക്കെ പടച്ചോൻ തരും. ദീനുണ്ടോ നമ്മുടെ റിസ്ക്കും നമ്മുടെ സമാധാനം സന്തോഷമൊക്കെ പടച്ചോന്റെ കയ്യിലാണ്. അതൊക്കെ പടച്ചോൻ തരും. നമുക്ക് ദീനില്ലാത്തതാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള കാരണം. അതുകൊണ്ട് ഇത്തരം അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ, നിസ്കാരം അള്ളാന്റെ അടുത്ത് ഏറ്റവും പുണ്യമുള്ള കാര്യം. രണ്ടാമത്തെ നോമ്പാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സലഫുകളൊക്കെ ഈ സമയത്ത് നല്ലോണം നോമ്പ് വെച്ചിരുന്നു. നബിയിൽ നിന്ന് പിന്നെ നബിയുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ പറയുന്നത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അ ദിൽഹിജ്ജ, ദുൽഹിജ്ജ 9 ദിവസവും നബി നോമ്പ് വെച്ചിരുന്നു എന്നുള്ള. അപ്പൊ ദുൽഹിജ്ജ 9 ദിവസം നമുക്ക് എന്ത് ചെയ്യാം? സുന്നത്ത് നോമ്പ് നോക്കാം. ആ സമയത്ത് വേണമെങ്കിൽ നമ്മുടെ നിർബന്ധ നോമ്പുകൾ ഒക്കെ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് ആ നിയ്യത്തൊക്കെ വെച്ചിട്ട് ആ നോറ്റുകൂട്ടലൊക്കെ ഈ സമയത്ത് നിർവഹിക്കാവുന്നതാണ്. ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞു. മാമിൻ അയ്യാമിൻ എന്ന് പറഞ്ഞു, ഒരു ദിവസമില്ല. അപ്പോ വർഷത്തിലെ 365 ദിവസത്തിൽ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസം എന്ന് പറഞ്ഞാൽ അതാണ് ഇനി വരാൻ നിൽക്കണ 2-3 ദിവസം കഴിഞ്ഞാൽ വരാനിരിക്കണ ആ ഒരു സമയം. അപ്പോൾ നോമ്പിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തക്ബീറുകൾ, തഹ്ലീലുകൾ, തഹ്മീദുകൾ വർദ്ധിപ്പിക്കുക. വെറുതെ കൂലിട്ടാറല്ലേ, ചെറിയൊരു എഫേർട്ടിൽ വലിയ ലാഭം കിട്ടുന്ന സാധനമാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇതൊക്കെ നമ്മൾ ഈ വിചാരിച്ചത് ദീന് അതിപ്പം ഓലമായിരുന്നു, ഇപ്പൊ ഞമ്മക്ക് കഴിയൂല, ഞമ്മക്ക് ഇങ്ങനെ നിസ്കരിച്ചതൊക്കെ പോവാ എന്നൊക്കെ വിചാരിക്കണ ചില ആൾക്കാരുണ്ട്. എന്നാൽ ദുനിയാവിന്റെ കാര്യത്തിലൊക്കെ വലുതുമാണെന്നുള്ളതാണ്. ഭയങ്കര ആക്രാന്ത ദുനിയാവിന്റെ കാര്യത്തിൽ. ദീന്റെ കാര്യത്തിൽ വലിയ പറയാൻ നമുക്ക് അത്രയൊന്നും വേണ്ട, കുറച്ചൊക്കെ മതി. ഈ ദീനെന്ന് എളുപ്പമാണ്. ദീനെന്ന് പറഞ്ഞാൽ നമ്മൾ വിജിലന്റ് ആവുക എന്നുള്ളതാണ്. ഏത് ഓരോ സന്ദർഭവും എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് നമ്മൾ ബോധവാനാണെങ്കിൽ ഓരോ സമയത്തും നമുക്ക് ധാരാളം പുണ്യം നേടാനുള്ള അവസരമുണ്ട്. ഇത് പെരീക്ക് കയറി ചെല്ലൂല, നമ്മള് റോട്ട് കടന്നുറങ്ങൂലല്ലോ. അപ്പൊ കയറി ചെല്ലുമ്പോ ബിസ്മിയല്ല, പെരക്കാരോട് സലാം പറയാം, നേരെ പോയിട്ട് പല്ലേക്കുക, ഒക്കെ സുന്നത്താണ്. മനസ്സിലല്ലേ? മക്കളോട് സ്നേഹം പങ്കുവെക്കുക, വിശേഷം ചോദിക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ കൈ ചെയ്യുക, ബിസ്മിയല്ല, അവനാന്റെ മുമ്പൊന്ന് കഴിക്കുക, വെള്ളം കുടിക്കുമ്പോൾ വലത്തകൈ കൊണ്ട് കുടിക്കുക, 3 മുറുക്കാക്കിയിട്ട് കുടിക്കുക, ഇരുന്നിട്ട് കഴിക്കുക, കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് ചെല്ലുക. മനസ്സിലല്ലേ? പിന്നെ നമ്മള് പല്ല് വെച്ച് ഉറങ്ങാൻ പോലെ ചെയ്യാം. എന്തായാലും ഉറങ്ങുമല്ലോ, ഉറങ്ങാതെ കൂലല്ലോ. അത് ബെഡിക്ക് പോകുമ്പോൾ ആദബുകൾ പാലിക്കുക. എത്ര എളുപ്പമാണ്. ആൾറെഡി നമ്മൾ ചെയ്യണാണ്, നമ്മളല്ലാത്ത മതസ്ഥരും ചെയ്യണാണ്. പക്ഷെ ആ ചെയ്യുന്നിടത്ത് ചെയ്യാനുള്ള ദീനീയായ കാര്യങ്ങൾ എന്താണ് എന്ന ബോധം ഉണ്ടാകുക എന്നുള്ളതാണ്. ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് വണ്ടിമ കയറല്ലേ ചെയ്യാം അല്ലെ? നേരെ ചാടിക്കയറിയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി ഓടുന്ന ആൾക്കാരുണ്ടാവും. അല്ലാത്തവരെന്ത്? വണ്ടി കയറി ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി സഖറ ലനാ ഹാദാ വമാ കുന്നാ. അതിന് വലിയ റിസ്ക് ഉണ്ടോ?
നമ്മളെന്തായാലും വണ്ടി കയറി പോവല്ലേ ചെയ്യാം. അപ്പൊ ആ സമയത്ത് ആ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കുക. വണ്ടി കയറ്റം കയറും, വണ്ടി ഇറക്കിറങ്ങും, അപ്പോഴുള്ള പ്രാർത്ഥന ശ്രദ്ധിക്കുക. അങ്ങാടി ക്രോസ് ചെയ്യുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു മുൽക്കുൽ ഹംദു യുഹ്യി വയുമീതു വഹയ്യു ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ചൊല്ലി കഴിഞ്ഞാൽ 10 ലക്ഷം കൂലിയാണ്. 10 ലക്ഷം പാപം പൊറുക്കപ്പെടുകയാണ്, സ്വർഗ്ഗത്തിൽ വീട് കിട്ടുകയാണ്. അപ്പൊ എന്താണ് ദീന് പറഞ്ഞാൽ വിജിലന്റ് ആവാന്ന്. ഓരോ സമയത്ത് നമുക്ക് കൂലി വാങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാൻ മര്യാദയ്ക്ക് ഡ്രസ്സ് നിരയേണ്ട മേലെ ഡ്രസ്സ് ധരിച്ച് എനിക്ക് കൂലിയാണ്, ഡ്രസ്സ് ഇടാതെ പോലല്ലോ. അപ്പൊ അത് പടച്ചോൻ പറഞ്ഞ മാതിരിയാക്കുക. നല്ല നിലക്ക് ഡ്രസ്സ് മൊക്കനൊക്കെ ധരിച്ച് മാറൊക്കെ മറച്ച് കുറച്ച് ലൂസൊക്കെ ആയ ഡ്രസ്സ് ധരിച്ച് ഞാൻ ക്യാമ്പസിൽ പോയാൽ എനിക്ക് എന്താ കുറവുള്ളത്? ഒരു കുറവില്ല. ഈ ഡ്രസ്സ് അയച്ചു വെക്കണവരെ എനിക്ക് ഇബാദത്തിന്റെ കൂലിയാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ ദീനിന്റെ കാര്യം ശ്രദ്ധിക്കുന്നത്. തക്ബീറും തഹ്ലീലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. മറ്റു പുണ്യകർമ്മങ്ങൾ, സ്വതക്കയും മറ്റു പുണ്യകർമ്മങ്ങളൊക്കെ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. ഏറ്റവും നല്ലൊരു അവസരമായിട്ടാണ് ഈ ഒരു അവസരത്തെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. അതിന് ഉപയോഗപ്പെടുത്താൻ പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജനിച്ച എല്ലാ മക്കളും, അതായത് ആൺമക്കൾ, മരണപ്പെട്ടു പോയ ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ കുട്ടികൾ മരിക്കുമ്പോഴും മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ ആശ്വസിപ്പിച്ച് ഇറക്കിയ സൂറത്താണ് ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തെന്ന് നമ്മൾ പറയുന്ന ഒരുപാട് അത്ഭുതങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന സൂറത്താണ് സൂറത്തുൽ കൗസർ. ആ സൂറത്തുൽ കൗസറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സമാധാനം കണ്ടെത്താനുള്ള വഴിയായിട്ട് പറയുന്നത് ഫസല്ലി ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കുക, വൻഹർ, നീ ബലിയർപ്പിക്കുകയും ചെയ്യാന്നുള്ള. നിസ്കാരം എത്ര മഹത്വമുണ്ടോ അതിന് കൂടെ ഒന്ന് വാവുൽ അത്ഫ് ചേർത്തിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബലികർമ്മത്തിന് അത്രയും മഹത്വമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് സ്വന്തം മകനെ അറുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും മകനും പിതാവും പടച്ചറബിന് അനുസരണാപൂർവ്വം ആ ഒരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ട് കുട്ടിയെ ചെരിച്ചു കിടത്തി കയ്യിൽ കത്തി പിടിച്ചു നിൽക്കുമ്പോഴാണ് പടച്ചറബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന് താങ്കൾ സദ്ദഖ്ത റുഅ്യ, താങ്കൾ സ്വപ്നത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറയുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പകരമായിട്ടൊരു ആടിനെ ബലിയർപ്പിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്ത ആ ഒരു സ്മരണയാണ് നമ്മൾ ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഉദ്ഹിയത്തിലൂടെ നിർവഹിക്കപ്പെടുന്നത്. ആ ഒരു സ്മരണ മാത്രമല്ല, പടച്ചറബിന്റെ കൽപ്പനയാണ്. ബലിയർപ്പിക്കാനുള്ള പടച്ചറബിന്റെ കൽപ്പന സാക്ഷാത്കരിക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നമ്മൾ പുനർജനിപ്പിക്കുന്നു. പാവങ്ങൾ അതിലൂടെ ഭക്ഷണം കഴിക്കുന്നു. നമ്മളും അള്ളാഹു ഹലാലാക്കിയ സന്തോഷം പങ്കുവെക്കുന്നു. അങ്ങനെ നിരവധി മഹത്വങ്ങളുള്ള ഒരു കർമ്മമാണ് യഥാർത്ഥത്തിൽ ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ സ്വന്തം കാര്യം, നമ്മുടെ കയ്യിലെ ഫോണിന് എത്ര വില, അത് നമ്മളെങ്ങനെ വാങ്ങിയേ? നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ വില കൊടുത്ത് വാങ്ങിയതല്ലേ? നമ്മൾ പണക്കാരനായതുകൊണ്ടാണോ? അല്ലല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതെനിക്ക് വേണം എന്ന് തോന്നിയപ്പോൾ അത് പല വഴിക്ക് നമ്മൾ പണം ശേഖരിച്ചിട്ടും ഒരുക്കൂട്ടിയിട്ടും അവിടുന്ന് ഇവിടുന്നൊക്കെ ഒപ്പിച്ചിട്ടും നമ്മളെ സാധനങ്ങൾ വാങ്ങണം അല്ലേ? പള്ളിയിലൊരു പൈപ്പ് പൊട്ടിയ കുറെ കാലം അവിടെ കിടക്കും. എന്നാൽ സ്വന്തം വീട്ടിലൊരു സംഗതി പൊട്ടിയാൽ അത് നമ്മൾ വേഗം ഒന്നും നോക്കാതെ വേഗം മാറ്റുക ചെയ്യാം. അത് നല്ലത് എടുത്തോളി കാക്കിയെന്ന് പറയുമ്പോൾ എന്നാ പിന്നെ വാങ്ങുമ്പോഴല്ലേ വാങ്ങുള്ളൂ, അല്ലെ ഉണ്ടാക്കുമ്പോഴല്ലേ ഉണ്ടാക്കുള്ളൂ എന്ന ന്യായം പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും മുന്തിയതന്നെ വെക്കും. അതിലൊന്നും നമുക്ക് വിഷമല്ല കേട്ടോ, എന്ത് ക്വാളിറ്റിയിലും വെക്കാം. പക്ഷെ ഇതേ നമ്മൾ ദീനിന്റെ കാര്യത്തോടുള്ള നമ്മുടെ സമീപനത്തിലും ഇതേ ഒരു സ്വഭാവം ഉണ്ടോ എന്നുള്ള നമ്മൾ നോക്കണം. നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അതാണ് പടച്ചോന്റെ മാർഗത്തിൽ കൊടുക്കേണ്ടത്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. പ്രത്യേകിച്ച് അധ്വാനമൊന്നുമില്ലാത്ത, പ്രത്യേകിച്ച് റിസ്ക് ഒന്നുമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ അള്ളാഹ്ക്ക് കൊടുക്കുക, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയല്ല, നമ്മൾ കുറച്ച് വേദനിപ്പിക്കുന്ന സംഖ്യ പടച്ചോന്റെ മാർഗത്ത് കൊടുക്കുക. കുറച്ചൊക്കെ നമ്മൾ എഫേർട്ട് എടുത്ത് കുറച്ചൊക്കെ ഒന്ന് അധ്വാനിച്ച്. ഇപ്പൊ ഹജ്ജ് എന്ന് പറഞ്ഞാൽ നല്ല അധ്വാനമാണല്ലോ. ഹജ്ജിന് പോയ കുറെ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അതിന്റെ അജ്ർ നിലനിർത്തി കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്, അവർക്കൊക്കെ മബ്റൂറായ ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു ഹജ്ജ് നിർവഹിക്കാനുള്ള ഒരു അവസരം പഠിച്ചു നമുക്കൊക്കെ തരട്ടെ. നമ്മൾക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കാശില്ല, നമുക്ക് പോകാൻ സാഹചര്യമില്ല, നമ്മൾ അത് ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം എന്നല്ല. പടച്ചോന്റെ കാര്യത്തിൽ നമുക്ക് സദ്വിചാരമാണ്. ഗുഹയിൽ അഭയം പ്രാപിക്കും അവർ വിചാരിച്ചിട്ടില്ല 309 കൊല്ലം ഞങ്ങളെ പടച്ചോ ഉറക്കുന്നു, പിന്നെ ഉണർത്തുന്നു, ഉണർന്നു കഴിഞ്ഞാൽ ഈ നാട്ടുകാരൊക്കെ ഞങ്ങൾ അംഗീകരിക്കും സ്വീകരിക്കുന്നു അവർ വിചാരിച്ചിട്ടില്ല. അവരെന്താ വിചാരിച്ചത്? പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു വഴി കാണിച്ചു തരും പ്രതീക്ഷയാണ്. അപ്പൊ ആ ഒരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോ കുറച്ചൊക്കെ റിസ്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ 9500 രൂപയാണ് ഒരു ഷെയർ. അപ്പൊ സ്വന്തമായിട്ട് അറുക്കാൻ ശേഷിയുള്ള ആൾക്കാർ ഷെയർ നമുക്ക് പോകരുത്.
അപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്. ഏത് സ്വന്തമായിട്ട് ഇറക്കാൻ ശേഷിയുള്ള വലിയ വലിയ പൈസക്കാർ വേഗം ഷെയർമക്ക് പോവാം. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. സ്വന്തമായിട്ട് ഇറക്കാൻ സാധിക്കുന്ന ആൾക്കാർ പടച്ചവന്റെ മാർഗത്തിൽ അറുക്കുക എന്നുള്ളതാണ്. ദാലിക മിൻ ശആഇരില്ലാഹ്, അല്ലേ? വമൻ യുഅദ്ദിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് ബലിമൃഗങ്ങൾ, ബലി അറുക്കുക എന്നുള്ളതൊക്കെ. ആരാണോ അതിന് താദീം നൽകുന്നത്, അതിന് മഹത്വം കൽപ്പിക്കുന്നത്, അതിനെ വലിയ കാര്യമായി കാണുന്നത്, അവരുടെ ഈമാന്റെ തഖ്വയുടെ ലക്ഷണമാണെന്ന്. അപ്പൊ നല്ല സംഖ്യ കൊടുത്ത് നല്ല ഉരുക്കളെ അറുക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കറുപ്പും വെളുപ്പും കൂടെ ചേർന്ന അംലഹൈനി അഖ്റനൈനി, നല്ല നല്ല ഭംഗിയുള്ള കൊമ്പുള്ള, നല്ല ഭംഗിയുള്ള മേനിയുള്ള മുഴുത്ത ഒരു ആടിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആടുകളെ അറുത്തിരുന്നു എന്നൊക്കെ കാണാൻ സാധിക്കും. എല്ലാ നബി വലിയ പൈസക്കാരൊന്നും അല്ലല്ലോ. അല്ലാഹുമ്മ ഹൈനി മിസ്കീന, അള്ളാഹു എന്നെ മിസ്കീനാക്കണം എന്ന് ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയും അങ്ങനെ തന്നെ ജീവിക്കുകയും ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പെരുന്നാൾക്കും ബലിയർപ്പിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരു ആടിനെങ്കിലും കുടുംബത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി അറുക്കാൻ, ആടുമാടൊട്ടകങ്ങളെ അറുക്കാൻ അതിന്റെ പ്രായവും അതിന്റെ കോലങ്ങളും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. കഴിവുണ്ടായിട്ട് ഒരാൾ അറുക്കുക, അതിന്റെ മുസല്ലേക്ക് അടുക്കണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ നാട്ടിലാണ് യഥാർത്ഥത്തിൽ അറവ് നടത്തേണ്ടത്. ഇങ്ങനെ കൊണ്ടുവരുന്നതിനെ എണ്ണിക്കുത്തിരിക്കുന്ന പണിയല്ല. അതിൽ നമ്മുടേതുണ്ടാവണം, നമ്മുടെ ഷെയർ ഉണ്ടായിരിക്കണം. അത് നമ്മുടെ പാവപ്പെട്ടവർക്ക് കഴിക്കാൻ കൊടുക്കണം, നമുക്കതിൽ നിന്ന് കഴിക്കാം, നമുക്ക് പാവങ്ങൾക്ക് അതിൽ നിന്ന് കൊടുക്കാം. നമ്മളുമായി ഇതിനോട് അനാദരവ് കാണിക്കാത്ത നോൺ മുസ്ലിംസിന് വരെ നമുക്കത് കൊടുക്കാം. നമുക്ക് അത് എടുത്തു വെക്കുകയും ചെയ്യാം. ചില ആൾക്കാർ പറയും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അറുക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഒരിക്കൽ അറുക്കാൻ പാടുന്നത് ക്രൂരതയല്ലെന്ന്. ബേസിക്കലി എല്ലാം പടച്ചോ ഞമ്മക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. വല്ലദീ ഖലഖലകും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ളതൊക്കെ നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ അതിൽ നമുക്ക് തിന്നാൻ പറ്റുന്നതിനെ അറുക്കാൻ അല്ലാഹ് നമുക്ക് പെർമിഷൻ തന്നെ. അല്ലാഹ് പെർമിഷൻ തന്നാൽ പിന്നെ ഒരാളെ പെർമിഷന്റെ ആവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതിനെ അറുക്കാതെ വെച്ച എന്തെങ്കിലും അവസ്ഥ, ഈ കാളിയും പോത്തും പൈക്കളും എരുമയും ഒക്കെ കൂടെ ഇവിടെ പെറ്റ് പെരുകി വളർന്ന എന്തെങ്കിലും അവസ്ഥ, കുറെ അവിടെയും ഇവിടെയും പൊട്ടി മരിച്ച് ചത്ത്, കുറെ എണ്ണത്തിന് രോഗം ബാധിച്ച്, അതൊരു ബുദ്ധിമുട്ട്. ശരിക്കും അറുക്കാതിരിക്കലാണ് അവരെ ബുദ്ധിമുട്ടിക്കല്. അറുക്കൽ ശരിക്കും അവരോട് കാണിക്കുന്ന കരുണയാണ്. മാത്രമല്ല അറുക്കുമ്പോൾ റസൂലുള്ളാഹി കാല് കെട്ടി, അതുപോലെ തന്നെ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ഒറ്റ അറവിൽ അറുത്ത് ഇതാക്കാനും അവയ്ക്ക് വെള്ളം കൊടുക്കാനും മറ്റുള്ളവയുടെ കണ്ണിൽ നിന്ന് അവയെ മറച്ചു പിടിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരോട് നിങ്ങൾ അഹ്സിനു, അവരോട് ഇഹ്സാൻ കാണിക്കണം എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ അറുക്കുക എന്നുള്ളതിലൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ചില ആൾക്കാർ ആയത്തിന് ദുർവ്യാഖ്യാനിച്ചിട്ടൊക്കെ പുതിയ മുഹദ്ദിസുകൾ വന്നിട്ട് ആയത്തിന് ദുർവ്യാഖ്യാനിച്ചിട്ട് അറുക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ലയനാല അല്ലാഹു ലുഹൂമുഹാ വല ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വ, തഖ്വ ഉണ്ടായാൽ മതി, ചോരയും മാംസമൊന്നും അള്ളാഹ്ക്ക് വേണ്ട എന്ന് ഖുർആനിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് അറക്കണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് റോങ് ആണ്. ഒരു ആയത്ത് എപ്പോൾ എവിടെ എന്തിനിറങ്ങിയെന്ന് അറിയാതെ തഫ്സീർ പരിഭാഷ മാത്രം വായിച്ചിട്ട് ഞാൻ വലിയ മുഹദ്ദിസാണെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാരെ ഗ്രൂപ്പും കൂട്ടിയിട്ട് പ്രസംഗിക്കാൻ ഇറങ്ങിയാൽ ആള് മുഹദ്ദിസാവുന്നില്ല, ആള് മുഫ്സിദാവും, ദീനിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളായിട്ട് മാറും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇപ്പോൾ പുതിയ ചില മൊയ്ലിമാരൊക്കെ ക്ലിപ്പൊക്കെ നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ആ ആയത്ത് എന്താണ്? ഈ മക്ക മുശ്രിക്കുകൾ അറുത്ത് കഴിഞ്ഞാൽ അതിന്റെ ബ്ലഡ് പലയിടത്തു കൂടെയും പൂശുകയും അതിന്റെ ഇറച്ചി അവിടെ ഇവിടെ കെട്ടിത്തൂക്കി വേസ്റ്റാക്കി കളയും ചെയ്യും. ഓരോടാ പറഞ്ഞ് നിങ്ങളിങ്ങനെ ബ്ലഡ് തേമ്പിയിട്ടും ഇങ്ങനെ ഇറച്ചി അവിടെയും കെട്ടിത്തൂക്കിയിട്ട് അതൊന്നും അല്ലാഹുവിലേക്ക് എത്തൂല, അത് നിങ്ങൾ എന്ത് ചെയ്തോളി, അത് നിങ്ങൾ തിന്നോളി നമ്മളോട് പറഞ്ഞു. അള്ളാന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ ഉരുക്കളെ നന്നായിട്ട് നല്ല ഉരുക്കളെ അറുക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളെല്ലാവരും നിയ്യത്താക്കുക, സ്വന്തമായിട്ട് അറുക്കാൻ പറ്റുന്ന ആൾക്കാർ സ്വന്തമായിട്ട് തന്നെ ഒരുവിനെ അറുക്കുക. അല്ല ഷെയർ ചേരാൻ പറ്റുന്ന ആൾക്കാർ, ഷെയർ ചേരാൻ പറ്റാത്ത ആൾക്കാർ കുറവൈക്കാരം, കൊല്ലത്തിൽ ഒരിട്ടല്ലേ നമ്മൾ ബലിക്ക് വേണ്ടി, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പെരയിലും പറയല്, അല്ലെ? ഒരിട്ടല്ലേ വാങ്ങുള്ളൂ, ഒരിട്ടല്ലേ ചെയ്യുള്ളൂ എന്നൊക്കെ. കൊല്ലത്തിൽ ഒരിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആകെ ബലിയിറക്കണുള്ളൂ. മറ്റൊക്കെ അഖീഖ, മറ്റ് അറവുകളാണ്. ഇതെന്ന് പറഞ്ഞാൽ ഉളുഹിയ്യത്ത് അത്രയും മഹത്വമുള്ള സംഗതി തന്നെയാണ്. അതുകൊണ്ട് ബലിയറുക്കുക എന്ന് നമ്മൾ നിയ്യത്താക്കിയ ആൾക്കാർ ദുൽഹിജ്ജ 1 മുതൽ അറുക്കുന്ന ആ സമയം വരേക്കും അവരുടെ മുടിയെടുക്കരുത്, അവരുടെ നഖം മുറിക്കരുത്, അങ്ങനത്തെ ആദാബുകൾ അവർക്കറിയാം. അതവർ പ്രത്യേകം ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സാമ്പത്തികാവസ്ഥയില്ല, ഇനിയിപ്പോൾ ദുൽഹിജ്ജ 8-നാണ് അല്ലെങ്കിൽ 7-നാണ് 5-നാണ് ഇനി അയ്യാമു തശ്രീക്കിനാണ് ഒരാൾക്ക് അറക്കണം തോന്നണമെങ്കിൽ അപ്പോഴാൾക്ക് അറക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല. അപ്പോഴും അയാൾക്ക് നിയ്യത്താക്കി ബലിയറുക്കാവുന്നതാണ്. നമസ്കാരത്തിന് മുമ്പ് അറവില്ല, മുമ്പ് അറുത്താൽ അതൊരു അറവായിട്ട് മാറും. നമസ്കാരത്തിന് ശേഷമാണ് ബലികർമ്മമായിട്ട് ഉളുഹിയ്യത്തായിട്ട് പരിഗണിക്കപ്പെടുക എന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാവരും നിയ്യത്താക്കുക. എന്നിട്ടൊരു ചെറിയൊരു ശ്രമം അവിടെ നിന്നൊക്കെ ഒന്ന് കളക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഈവൻ കടം വാങ്ങിയിട്ട് ഇറക്കാൻ പറ്റുമെന്ന് പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ വീട്ടാൻ മാർഗമുണ്ടെങ്കിൽ അയാൾക്ക് ചെയ്യാമെന്നാണ്
പറഞ്ഞിട്ടുള്ളത്. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ തരാം എന്ന് ഒരാൾക്ക് കൊടുക്കാം എന്നൊരു ധാരണ വ്യക്തമായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ മറിച്ച് ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും അത് നിയ്യത്താക്കിയിട്ട് ആ ഒരു പുണ്യത്തിന്റെ ഭാഗമാകാൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും കുടുംബസമേതം ചേർക്കുമാറാവട്ടെ. വഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. آمين برحمتك يا ارحم الراحمين.